മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ആരില്ലേ? Magic morning. Magic morning. Magic morning. Magic morning. Magic morning and Merry Christmas. Hi. Magic morning. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? Magic morning team. ടീം എവിടെ പോയി? അറിയില്ല. Magic morning. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാരും ഉറങ്ങിപ്പോയതായി. കേക്ക് മുറിക്കാം. അതെ അതെ. ഓക്കെ. ചൂടിന്റെ ഘട്ടം കുടിച്ചോ? ഓക്കെ. മാജിക് മോർണിംഗ്. ഓക്കെ. Yeah, magic morning, sir. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓ ഷുവർ. മാജിക് മോർണിംഗ്. മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ ഞാൻ ഇന്നത്തെ സബ്ജക്റ്റ് സൈക്കോളജി ഓഫ് മണി. അതിനു മുമ്പ് ഞാൻ എനിക്ക് ഈ അറിവ് പകർന്നു നൽകിയ എൻ്റെ ഗുരുനാഥന്മാർ, എൻ്റെ മാതാപിതാക്കൾ ഇവരൊക്കെ സ്മരിച്ചും കൊണ്ടും നമുക്ക് ഈ ബി മാജിക് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു 2000-ൽ പരം ക്ലാസ്സിൽ കൂടി പലവിധ അറിവുകൾ പകർന്നു നൽകിയ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ഇതിൻ്റെ ഫൗണ്ടേഴ്സും ഇതിൻ്റെ ബാക്കിയുള്ള ലീഡേഴ്സിനും എല്ലാവരെയും ഞാൻ സ്മരിച്ചും കൊണ്ട് തുടങ്ങുകയാണ്. സൈക്കോളജി ഓഫ് മണി, അങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു മോർഗൻ സ്റ്റാൻലിന്റെ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട് സർ, വായിക്കാൻ തുടങ്ങിയിട്ടില്ല. പുസ്തകം കുറെ വാങ്ങി വെക്കുന്നുണ്ടല്ലേ? അതെ. ഞാൻ ആ പുസ്തകം, പിന്നെ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്നാണ് റോബർട്ട് കിയോസാക്കിന്റെ. ഇത് വെരി സിമ്പിൾ ഇംഗ്ലീഷിലുള്ള നല്ലൊരു പുസ്തകമാണ്. അത് മലയാളം ഇഷ്ടം പോലെ ഉണ്ട് ആ പുസ്തകം. അതും അങ്ങനെയുള്ള കുറെ പുസ്തകത്തിലെ മൊത്തം കുറച്ചൊക്കെ നോക്കിയിട്ട് എൻ്റെ പ്രാക്ടിക്കൽ അറിവ് വെച്ചിട്ടും കൊണ്ടാണ് ഈ സബ്ജക്റ്റ്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാനിതിൽ വലിയൊരു എക്സ്പെർട്ട് ഒന്നല്ല. അങ്ങനെ വായിച്ചിട്ടുള്ളൊരു അറിവിൽ വെച്ചിട്ട് പറയാണ്, എൻ്റെ അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ മനഃശാസ്ത്രം. അതാണ്. പണത്തിൻ്റെ മനഃശാസ്ത്രം അറിയണമെങ്കിൽ പണം എന്താണെന്നറിയണം. പണത്തിൻ്റെ ഡെഫിനിഷന്, money is a medium of exchange, typically in the form of coins, currency, digital transactions used to buy goods and services. നമ്മൾ ഒരു സാധനം വാങ്ങുവാനോ അല്ലെങ്കിൽ ഒരു സേവനം നൽകുവാനോ കിട്ടുവാനും കൊടുക്കുവാനുമുള്ള ക്രയവിക്രയത്തിന് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് പണം. അത് നാണയമായിട്ടാകാം, കറൻസി ആയിട്ടാകാം, ഡിജിറ്റൽ കറൻസി, ഇപ്പോഴുള്ള ക്രിപ്റ്റോ കറൻസി, അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ജിപേ മുതലായ മാധ്യമത്തിൽ കൂടിയും പണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അതാണ് പണം. പണം ഒരു വൈകാരിക സാധനം. നമ്മളെ വികാരം പണമിടപാടിൽ വളരെയധികം സ്വാധീനം ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പൈസ ചെലവാക്കുമ്പോൾ 2 തരം ഭയമാണ്. ഒന്ന്, നമുക്ക് പേടിയാണ്, എൻ്റെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ഒന്നുമില്ല, എൻ്റെ സമ്പാദ്യം എങ്ങനെ പോയി പോവോ. അല്ലെങ്കിൽ നമുക്ക് ആർത്തിയാണ്. എന്ത്, നമുക്ക് കവിഞ്ഞ ലാഭം കിട്ടണം. അതായത് ഒരു ബാങ്ക് ലാഭം 8-10 ഒരു മിനിമം ലാഭം ഒരു 12-15%. അതിൻ്റെ മേലുള്ള ലാഭം ആഗ്രഹിച്ചു പോകുന്നവരാണ് ആർത്തിയുള്ളവർ. അങ്ങനെയുള്ളവരാണ് ഈ പോൺസി സ്കീമിലൊക്കെ വേഗം ചെന്ന് പാടുക, മലയാളികൾ പ്രത്യേകിച്ചും. കാരണം നമ്മളിപ്പം പേപ്പർ വായിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇത്ര സ്കീമുകൾ ചെറിയ ചെറിയ സിറ്റിയിൽ. ഇപ്പം നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഹിറ ഗോൾഡ്, ഒരു ഹൈദരാബാദ് പെണ്ണ് വന്നിട്ട് കോഴിക്കോടിന്റെ തീരപ്രദേശത്ത് നിന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല 200 കോടിന്റെ ഒരു സ്കീമാണ് ഉണ്ടാക്കിയിട്ട് പോയത്. ഇപ്പോൾ ആൻസപ്പായി. പയ്യോളിയൊക്കെ വലിയ ഇതൊന്നല്ലേ, സാധാ ഒരു ഗ്രാമം. അവിടെ നിന്നും പോയിക്കുന്നത് 400.
കേരളത്തിൽ എന്താണ് ഈ ഹൈറിച്ച അങ്ങനെയുള്ള പേരിൽ 1400 കോടി. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മാസം 10,000 തരാന്ന്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ആർത്തി കൊണ്ടുപോയിട്ടിടും. അതാണ് ഇമോഷൻ. പണത്തിന് വൈകാരികത എന്ന് പറയുന്നതിൻ്റെ പണത്തിനുള്ള സ്വഭാവം അതിൻ്റെ സൈക്കോളജി പെട്ടതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നില്ല 10,000 റുപ്യ ഇയാൾ തരണമെങ്കിൽ കൊല്ലത്തിൽ എനിക്ക് 1,20,000 തരുള്ളൂ. അപ്പൊ എത്ര ശതമാനമായി? 120% മേലെ. ഇത്രയും ഒരു കച്ചവടം ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് എങ്ങനെ തരാൻ പറ്റും? അങ്ങനെ നമ്മളിന്ന് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ചിന്തിക്കാതെ നമ്മളോട് പറയുന്ന ആള് പറയുന്ന ഞാനിപ്പോ 6 മാസം മുമ്പ് ചേർന്ന എനിക്ക് എല്ലാ മാസം 10 കിട്ടുന്നുണ്ട്. ആ വണ്ടിയിലാണ് നമ്മൾ കയറുന്നത്. ഈ 10 തരുന്നത് വേറൊരുത്തനോട് വാങ്ങിയിട്ട് നമുക്ക് 10 തരുന്നത്. ലാസ്റ്റ് ഇത് പൊട്ടുമ്പോ എല്ലാവരും മുതലും ഉണ്ടാവില്ല, വലിച്ചും ഉണ്ടാവില്ല, പിന്നെ ആളും ഉണ്ടാവില്ല. അതാണ് ഈ ഗ്രീഡിന്റെ ഫലം. ഫിയർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് കണ്ടാലും പേടിയാണ്. നമുക്കിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ പോയാലും ഷെയർ മാർക്കറ്റിലേക്ക് എത്തിപ്പോട്ടോ. അത് എന്താന്നറിയില്ല. ഒരു മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ നല്ല കമ്പനി ICICI ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ നടത്തുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് പേടിയാ. എന്താ പൈസ പോയി പോവോ? അതേ സമയത്ത് നമുക്ക് ഇത് ഏതെങ്കിലും സ്വർണ്ണപ്പീടികയിൽ ഒരു 100-200 റുപ്യന്റെ സ്റ്റാമ്പ് പേപ്പറിന്റെ മേലെ, ഒരു വാല്യൂ ഇല്ലാത്ത സ്റ്റാമ്പ് പേപ്പറിന്റെ മേലെ, ഒരു എഗ്രിമെന്റിൽ മേലെ 5-10 ലക്ഷം റുപ്യ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു മടിയില്ല. ഇവൻ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എത്ര സ്വർണ്ണപ്പീടി അങ്ങനെ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇവൻ പൂട്ടിപ്പോയ കോടതിയിൽ പോയ പിറകെ കള്ളാസിന് വിലയില്ല. അതൊന്നും ആലോചിക്കില്ല. അതായത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹൈലി ക്വാളിഫൈഡ് മാനേജേഴ്സ്, അവര് ചെയ്യുന്ന മാന്യമായ ലാഭം അത്രേ അവർക്ക് തരാൻ പറ്റുള്ളൂ. അത്ര ആർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. അതിലൊന്നും നമ്മൾ അതൊക്കെ വികാരത്തിന്റെ പുറത്ത്. അതാണ് മണി ഇമോഷണൽ ആണെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെ മൈൻഡ് സെറ്റ്, പൈസയിൽ നമ്മൾ മൈൻഡ് സെറ്റ് വല്ലാതെ. അപ്പം ഓരോ വ്യക്തികൾക്കും ഓരോ തരം മൈൻഡ് സെറ്റ് ഉണ്ട്. ചിലർക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും, അത് മതി, ഇതിന്റെ മേലെ പോകണ്ട. ചിലർക്ക് വളരാനുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നമ്മള് പ്രത്യേകിച്ച് ബി മാജിക് ഒക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. കാരണം നമ്മളെ മേലെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ സമയം നമ്മൾ വളരാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ഇപ്പോഴും ഈ ഡിസംബറിലെ തണുപ്പിൽ പുറത്തിൻ്റെ ഉള്ളിലാ. നമ്മള് രാവിലെ തന്നെ എണീറ്റ് ഇതിന് ഇരിക്കുന്ന എന്താ? നമ്മളെ ഡെവലപ്പ് ചെയ്യാനാ. നമുക്ക് ഇതിനെ കൊണ്ട് മെച്ചം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ മെച്ചം പലവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലവർ വരുന്നുണ്ട്, ചിലവർ വരുന്നില്ല. അപ്പം നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണല്ലേ ബി മാജിക്. ഇപ്പൊ എനിക്കിപ്പോ ഇതിൽ കിട്ടിയ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, ഞാൻ ആരോടൊന്നും കാര്യമായിട്ട് എൻ്റെ കച്ചവടം അങ്ങനെ പോണ ഒരാളായിരുന്നു. അപ്പൊ അതല്ല, എൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, മറ്റുള്ളവർക്ക് അതിനെ കൊണ്ട് എന്താ മെച്ചം കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് വന്നത് ബി മാജിക്കിൽ വന്നു. ബി മാജിക്കാണ് എന്നെ അതിന് പ്രാപ്തനാക്കിയത്. അതാണ് ഞാൻ ഫൗണ്ടേഴ്സിനും ഗുരുക്കന്മാരെയൊക്കെ നമിച്ചത്. അവരൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം. അപ്പൊ എൻ്റെ അടുത്തുള്ള സാധനം ഫൈനാൻസ് ആണ്. അപ്പൊ ഞാൻ ആ ഫൈനാൻസ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതിൽ ആർക്കെങ്കിലും ഒരു മെച്ചം കിട്ടുകയാണെങ്കിൽ, ഇതിൽ കുറെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ആണ് ഇതിന്റെ ഇത് നമ്മളെ സാധനം വളരണം, ഞാൻ വളരണം, എൻ്റെ ധനം വളരണം എന്നുള്ള ചിന്ത. മറ്റവർക്ക് അതില്ല. മറ്റവർക്ക് അന്നുള്ളത് അത് കഴിഞ്ഞാൽ മതി. 1,000 റുപ്യ ഇന്നിപ്പം സത്യം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പണിക്കാരന് നല്ല ഒരു സ്കില്ല് വർക്കറിൽ കാർപ്പൻ്റർ ആണെങ്കിൽ 1,000-1,200 റുപ്യ ശമ്പളം ഉണ്ട്. അപ്പോൾ ഡെയിലി വേജസ് ആണ്. ഈ സത്യത്തിൽ ഇന്ന് എഡ്യൂക്കേറ്റഡ് ആൾക്കാരെക്കാട്ടി മെച്ചാണ് ഇവർക്ക്. കാരണം ഇവർക്കിപ്പോ 5 ഡേ വീക്കാ. പണ്ടത്തെ മാതിരി 6 ഡേ ഇല്ല. ഇവരെപ്പം നോക്കിയാൽ നിങ്ങൾ ആരെങ്കിലും വല്ല കൺസ്ട്രക്ഷൻ വർക്ക് എടുത്തവരുണ്ടെന്ന് ആലോചിച്ച്, സൺഡേ ലീവായിരിക്കും, മൺഡേ സൺഡേന്റെ ഹാങ് ഓവർ ആയിരിക്കും. ആഴ്ചയിൽ 2 ദിവസം വരുള്ളൂ. എന്നാൽ തന്നെ 1,200 കൂട്ടിക്കാണെങ്കിൽ ഇവർക്ക് ഒരു 6,000 റുപ്യ ആഴ്ചയിൽ കിട്ടും. ഈ 6,000 24,000 റുപ്യ മാസത്തിലായി. പക്ഷെ ഇവര് 5 പൈസ ഉണ്ടാവില്ല. ഇവര് 1,000 റുപ്യ 1,200 കിട്ടിയാൽ അതില്
ഒരു ഭാഗം ബെവറേജസിനും ഒരു ഭാഗം ലോട്ടറിക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്താ മീനുമായിട്ടാ വീട്ടിൽ പോകുക. കാരണം അരി റേഷൻ കടയിൽ നിന്ന് ഫ്രീ കിട്ടുന്നുണ്ട്. 5 പൈസ പിറ്റേന്ന് രാവിലെ വരുന്നില്ല. അങ്ങനത്തെ അതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റിന്റെ ഒരു സ്വഭാവം. അവര് നാളെ എന്ന ചിന്തയില്ല. നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് നമ്മളെ നോളജ് വർദ്ധിപ്പിക്കണം. നമ്മളെ നോളജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവും ഭാവിയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. മറ്റൊരു അതില്ല. അതാണ് അതിന്റെ ഇത്. പിന്നെ വാല്യൂസ് മൂല്യങ്ങൾ പണത്തിനെ വല്ലാതെ സ്വാധീനിക്കും. നമ്മളെ മൂല്യം അനുസരിച്ച് നമ്മൾക്കൊരു മൂല്യബോധം ഉണ്ടെങ്കിൽ അത് നമ്മളെ സ്പെൻഡിങ്ങിനെ, നമ്മളെ ചെലവഴിക്കലിനെ വളരെയധികം സ്വാധീനിക്കും. ഇപ്പം മൂല്യബോധമുള്ള ആൾക്കാരെപ്പോഴും അവനവന്റെ ഇൻകം എത്രയാണെന്ന് എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പം അവൻ അയൽവാസി കാറ് വാങ്ങിയാൽ ഇവൻ ആലോചിക്കും, എനിക്കത് എഫോർഡ് ചെയ്യാൻ പറ്റും, എനിക്കത് ആവശ്യമുണ്ടോ, എനിക്ക് കാറിന്റെ ആവശ്യമുണ്ട്, യാത്രയിൽ ഞാൻ എത്ര യാത്ര പോകുന്നുണ്ട്, എനിക്ക് ഈ ഇൻവെസ്റ്റ്മെന്റിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് സമയാസമയം ഒരു യൂബർ വിളിച്ച് പോയാൽ പോരെ, അതിന്റെ മെയിൻ്റനൻസും ഒന്നും ചെയ്യണ്ടല്ലോ. ഡ്രൈവറും ഉണ്ടാവും, കാറും ഉണ്ടാവും, പാർക്കിങ് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ഇപ്പം കോഴിക്കോട് യൂബർ ഓട്ടോ വരെ ഉണ്ട്. അപ്പം അത് വിളിച്ച് പോയാൽ പോരെ. അങ്ങനെ ചിന്തിക്കുന്നത്. എക്സസ് മണി ഉള്ളവർക്ക് വാങ്ങട്ടോ കാറ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ കിടന്നോട്ടെ എന്നറിയില്ല. നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ സമയം അത് എഫോർഡബിൾ ആകുമ്പോൾ അപ്പൊ ഇവരെപ്പോഴും ഈ വാല്യൂസ് ഉള്ളവരൊക്കെ പൈസ ചെലവഴിക്കുമ്പോൾ അവർ ആ പൈസക്ക് അനുസരിച്ചിട്ടുള്ള സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്നുള്ള ആദ്യം നോക്കും. അവരൊരു വീട് ഇതാക്കണ EMI ഒക്കെ അവർ വളരെ നോക്കും. കാരണം ഇവിടെ എത്രയോ ആൾക്കാർ ജോലി ചെയ്യുന്നത് ജസ്റ്റ് EMI അടക്കാൻ വേണ്ടി മാത്രമാണ്. അവന്റെ ലൈഫ് ഒരു വീടുണ്ടാക്കിയിട്ട് ആ മരിക്കുന്ന വരെ ആ വീടിന്റെ EMI ആണ്. ഒരു 20 കൊല്ലം 25 കൊല്ലത്തെ EMI ഒക്കെയാണ്. 40 വയസ്സിലെടുത്തു കഴിഞ്ഞാൽ ഇയാൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ EMI കഴിയില്ല. അപ്പൊ അയാളെ ജോലി മുഴുവനും ഇതിന് വേണ്ടിയിട്ട്, വേറെ ഒന്നും ചിന്തിക്കാൻ വകയില്ല. അയാൾ അതിൻ്റെ ഇടയിൽ വേറെ ഇപ്പോഴും അപ്പുറത്തൊരു ഐഫോൺ വാങ്ങിയിട്ടുണ്ടാവും, അത് പോയിട്ട് അതും വാങ്ങും. എന്ത് സാധനം ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്രയും നമ്മളെ മാർക്കറ്റ് നമ്മളെങ്ങനെ ഗ്രാബ് ചെയ്തിട്ട് TV കൂടിയായിട്ടും മറ്റുള്ളതായിട്ടും കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമ്മളെ മാർക്കറ്റ് നമ്മളെ എടുത്തിട്ട് കയ്യിൽ വെച്ചു. നമുക്ക് വാങ്ങണ്ട വെച്ചാലും വാങ്ങിപ്പോവും. അതാണ് നമ്മൾ പെട്ടെന്നുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. ആ സമയത്ത് നമ്മൾ ഒരു സാധനം കാണുമ്പോൾ എപ്പോഴും ഒരു വില പിടിച്ച സാധനം കാണുമ്പോൾ അത് പെട്ടെന്ന് വാങ്ങാതിരിക്കുക. അതിന് മിനിമം ഒരാഴ്ച ആലോചിക്കുക, അത് വേണോ വേണ്ടേ, അതില്ലാതെ എൻ്റെ ലൈഫ് എങ്ങനെ പോകും, അത് വാങ്ങിയാൽ എൻ്റെ EMIയിൽ എൻ്റെ ഇൻകത്തിലെ ഇപ്പോഴുള്ള EMIയിൽ എക്സ്ട്രാ EMI എത്ര വരും, അതെനിക്ക് എഫോർഡബിൾ ആണ്, അതൊന്നും ചിന്തിക്കില്ല. അപ്പം നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാണ്, അന്നാട്ട് എനിക്ക് വാങ്ങാം. അവന്റെ വീട്ടിൽ സാധനം ഉണ്ടാവും. ഒരു ഫ്രിഡ്ജ് ചിലപ്പോൾ നിറഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് ഫ്രിഡ്ജൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ട്രാ ഫ്രിഡ്ജ് കൂടി വാങ്ങിക്കളയാണ്, അതും EMI തന്നെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വെറുതെ അന്നെന്തോ പച്ചക്കറി യാസി വാങ്ങിയിട്ടുണ്ടാവും, അത് 2 ദിവസം കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളൂ. പക്ഷെ ഇവൻ രാവിലെ നോക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ നിറഞ്ഞു കിടക്കുക. അപ്പോൾ വായിക്കോ ഇങ്ങനെ വേറൊരാളുടെ ആവശ്യത്തിന് പോയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജ് കാണുമ്പോൾ അവൻ പറയാ നിങ്ങളിപ്പോൾ 2000 തന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് EMI ആയിട്ട് എടുക്കാന്ന്. ഈ EMIയിലാണ് നമ്മൾ മലയാളികൾ പെട്ടുപോകുന്നത് കംപ്ലീറ്റ്. അങ്ങനെ അതും സൈക്കോളജി ഓഫ് മണിയിലെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു വലിയൊരു ഘടകമാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് മുൻപിൻ ആലോചിക്കാതെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. പിന്നെ ലോസ് അവേഴ്ഷൻ, നമുക്ക് ഇപ്പോഴും ഫിയറാണ്, നഷ്ടപ്പെടുക, നഷ്ടമാവുക. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും നമുക്ക് ഭയമാണ്. ഏത് ഇൻവെസ്റ്റ്മെന്റിന് പോയാലും ഞാൻ ഒരാൾക്ക് ഒരു കൊല്ലം മുമ്പ് ഒരു മ്യൂച്വൽ, ഞാൻ അധികം പറഞ്ഞു കൊടുക്കാറില്ല എന്നെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇവൻ എൻ്റെ കാര്യമായ ഫ്രണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഇത്ര കാര്യം, ഞാൻ പറഞ്ഞു ഇന്ന സാധനം ഉണ്ട്, വേണമെങ്കിൽ നീ അതിലിട്ടോ. ഇപ്പം കഴിഞ്ഞ മുമ്പ് അവന് എന്നോട് പറഞ്ഞു അതൊരു 5% ഇല്ല, മൈനസിലാണല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞു, നീ നിന്റെ വീടിന്റെ ദിവസം വാല്യൂ നോക്കൂ. നീ ഇത് ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 5 കൊല്ലം, ഞാൻ എന്നോട് ആദ്യം പറഞ്ഞില്ല, ഒരു 5 കൊല്ലം 6 കൊല്ലം മിനിമം അത് പോകണം, എന്നാലേ അതിന്റെ വല്ല റിട്ടേണും വരുള്ളൂ. ഈ വിദ്വാന് 3 കൊല്ലം മുമ്പ് ഒരു ബെൻസ് പുതിയത് ഇറക്കിയിട്ട് ഇയാള്, ഞാനപ്പ അവനോട് പറയും, ഇനി ഒരു 3 മാസം കൊണ്ട് ബെൻസിന്റെ വില 30 ലക്ഷം കൊണ്ട് തൊലച്ചില്ലേ, അന്ന് നീ അത് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതിപ്പോ ആവശ്യമില്ല, ഒരു കല്യാണത്തിന് ഇപ്പൊ ഒരു ബെൻസ് ഒന്നും വാങ്ങിയിടേണ്ട ആവശ്യമില്ല, എന്തിനാപ്പ അതിന്. ആ ബെൻസ് വാങ്ങിയിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം ബെൻസ് വാങ്ങിയിട്ട് പിന്നെ റോട്ടുമേലേക്ക് ഇറക്കാൻ കഴിയില്ല. ഇവൻ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ, അന്ന് ഇവിടെ ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനിൽ ഈ ലക്ഷൂറിയസ് കാറിനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ സുരേഷ് ഗോപിന്റെ കാറൊക്കെ പിടിച്ച കാലഘട്ട. ഇവന് കാറ് പുറത്തേക്ക് ഇറക്കാനില്ല. ഇവൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ കാറ് ചോദിക്കും, ഒന്ന് വണ്ടി കൊണ്ടെനിക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ പറഞ്ഞു, ഇത്രയും പൈസ കൊണ്ടുപോയിട്ടിട്ട് വെറുതെ അത് തുണിയിട്ട് മുടിക്കുക. അപ്പൊ ഞാൻ അതാ അവനോട് പറഞ്ഞു, ഇനി അത് ചെയ്തപ്പോൾ എനിക്ക് ഒരു നഷ്ടമില്ല, ഇനി ഇപ്പൊ ഒരു 5% ഞാൻ എന്നോട് പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. അതാണ് ഫിയർ ഓഫ് ലോസ്. നമ്മൾ ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം, ലോങ് ടേമിലേക്കാണോ ഷോർട്ട് ടേമിലേക്കാണോ, അതിനനുസരിച്ച് നിൽക്കണം. അതിന്റെ മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം അതിലേക്ക് നിന്നാൽ മതി. അതാണ് ലോസ് അവേഴ്ഷൻ ഭയങ്കര സൈക്കോളജിയിലൊരു വരാം. പിന്നെ നമ്മളെ ചെറുപ്പകാലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് നമ്മളെ മാതാപിതാക്കള് അത് നമ്മളെ സ്പെൻഡിങ്ങിൽ വളരെയധികം, നമ്മളെ മണി മാനേജ്മെന്റ് വളരെയധികം. കാരണം അങ്ങനെ ലാവിഷ് മാതാപിതാക്കളെ കുട്ടികളാണെങ്കിൽ അങ്ങനെ ചൊല്ലി തന്നെ, എനിക്ക് ആ വാക്ക് മറന്നുപോയി. ധനികന്റെ മകൻ ധാരാളിയുടെ മകൻ, അങ്ങനെ ഒരു ഇതില്ലേ, ധാരാളിയുടെ മകൻ പിശുക്കൻ, അങ്ങനെ ധാരാളിയുടെ മകൻ എരപ്പാളിയുടെ മകൻ പിശുക്കൻ. അങ്ങനെ ഒരു ക്രോസാണ് വരിക. അതായത് ധനികനാവുമ്പോ അയാള് റിച്ച് ആയിരിക്കും. അപ്പൊ അയാൾ ആ റിച്ച് ആവുമ്പോ അയാളെ മക്കളെ അയാൾ ആ ഇതിലാണ് വളർത്തുക. അവൻ ധാരാളിയായിട്ടാണ് വളരുക. പിന്നെ അവന്റെ മകൻ വരുമ്പോഴേക്ക് ഇവൻ എരപ്പാളി ആയിട്ടുണ്ടാവും. അപ്പം ഈ എരപ്പാളിയായ മകനാണ് പിന്നെ പിശുക്കനായിട്ട്, അവന്റെ മകൻ പിന്നെ പിശുക്കനാവും, പിശുക്കന്റെ മകൻ വീണ്ടും ധനികനാവും, വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കും. ഇതൊരു സൈക്കിളാണ്. അതാണ് ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ. പിന്നെ ഫൈനാൻഷ്യൽ കെയർ, നമുക്ക് സെൽഫ് കെയർ വേണം. നമ്മളെ സെൽഫായിട്ട് കെയർ ചെയ്യുന്ന മാതിരി തന്നെ നമ്മളെ ധനത്തിന് സെൽഫ് കെയർ ചെയ്യണം. അത് കുന്നുപോലെ ധനം ഉണ്ടായിട്ടും ഫലമില്ല. അത് ധാരാളിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വേഗം വിത്തിൻ ഒരു ലിമിറ്റഡ് പീരീഡിൽ അത് അങ്ങോട്ട് തീരും. അതാണ് നമ്മൾ ഈ ലോട്ടറി അടിച്ച ആൾക്കാർക്ക് നിങ്ങൾ കണ്ടില്ലേ, എത്രയോ ലോട്ടറി അടിച്ച് കോടികൾ കിട്ടിയവരൊക്കെ അതിന്റെ ഒരു 90% മേലെ അവർ വീണ്ടും ബാക്ക് ടു പൗലിയാണ്. അവർക്ക് ആ ഇത് വരുന്നത്, അവർക്ക് ഇതേമാതിരി പൈസ കിട്ടിക്കഴിഞ്ഞെങ്കിൽ പിന്നെ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ അറിയാത്തവന്റെ കയ്യിൽ പൈസ കിട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒലിച്ചു പോകും. ഞാൻ പണ്ട് ഇവരെ കഥ വായിച്ചപ്പം ഈ ഒരു ലോട്ടറി കിട്ടിയ ആള് ബാംഗ്ലൂർ പോയപ്പോ ആ സിനിമ അന്നെന്തോ കാണിക്കേണ്ടതില്ല, അയാൾക്ക് വേണ്ടി മാത്രം തിയേറ്റർ തുറപ്പിച്ചിട്ട് പൈസ ചെലവാക്കിയിട്ട് അയാൾ സിനിമ കണ്ടിരുന്നു. അന്ന് ഇതൊന്നും ഇല്ല, TV ഒന്നും ഇല്ല. അയാളെ അനുഭവത്തിൽ പറഞ്ഞതാണ്. അന്ന് മനോരമയിൽ എൻ്റെ ഒരു ഫീച്ചർ വന്നിന് ഈ ലോട്ടറി കിട്ടിയവരെ പറ്റിയിട്ട് അവരിപ്പോ എന്ത് ചെയ്യുന്നുള്ള. അതിൽ വളരെ വളരെ മിനിമം ആൾക്കാരെ അത് ശരിക്കും മാനേജ് ചെയ്യുന്നുള്ളൂ. എല്ലാത്തവരൊക്കെ ഇങ്ങനെ അപ്പോഴേക്ക് ബന്ധുക്കളും മറ്റവരും വന്നിട്ട് അത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ അവൻ്റെ അടുത്ത് മൈനസ്. അത് ഇതിലുള്ള ഫൈനാൻഷ്യൽ സെൽഫ് കെയറിൽ വലിയത്. പിന്നെ നമുക്ക് അവയർനെസ് ഉണ്ടാവുക, നമ്മളെ പാറ്റേൺ എന്താ, നമ്മളെ മൈൻഡ് സെറ്റിനെ പറ്റി നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടായി കഴിയുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ, നമ്മൾ ധനപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിക്കും. നമുക്ക് അറിയാം, എനിക്ക് എൻ്റെ വരുമാനം ഇത്ര, എൻ്റെ ഇത്ര ചെലവ്, അതൊക്കെ നമ്മൾ ഡെയിലി ഒരു വരുമാനങ്ങൾ എഴുതി കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊക്കെ ലാസ്റ്റ് 15 yearsന്റെ എക്സ്പെൻഡിച്ചറിന്റെ ഒരു സമ്മറി ഉണ്ട്. എനിക്കറിയാം എൻ്റെ ഒരു വർഷത്തിൽ ഇത്ര
എനിക്ക് ചെലവുണ്ട്. അപ്പൊ അത് മതി. ഇനിയിപ്പോ നമ്മൾ ഇത്ര കാലം ഒന്നുമില്ല. അതിനുള്ള ഒരു റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ, ഒരു എമർജൻസി ഫണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരു 6 മാസത്തെ എമർജൻസി ഫണ്ടിൽ തുടങ്ങുക. അങ്ങനെ ഒരു സേവിങ്സ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സേവിങ്സ് മെന്റാലിറ്റി എടുക്കുക. സേവിങ്സ് മെന്റാലിറ്റി എടുത്തിട്ട് അതിന്റെ ബേസിക് പില്ലറാണ് എമർജൻസി ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്. ഇതൊക്കെ ക്ലിയർ ആയതിൻ്റെ ശേഷം നിങ്ങൾക്ക് വല്ല ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ പറ്റും. ആദ്യം സേവിങ്സിലേക്ക് വരണം. സേവിങ്സ് മെന്റാലിറ്റി നിങ്ങൾ എടുക്കണമെങ്കിൽ അത് നമ്മളെ 10,000 റുപ്യ കിട്ടുന്ന ആള് ഒന്നും കിട്ടാത്തവനെ 10,000 കിട്ടുമ്പോൾ അവൻ 11,000 ചെലവാക്കല്ലേ എൻ്റെ. അവന് ഒരു 7,000 കൊണ്ട് ചെലവാക്കിയിട്ട് ബാക്കി 3,000 അവിടെ സേവിങ്സിലേക്ക് മാറ്റുക. എന്നിട്ട് ഈ 2 റിക്വയർമെന്റ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു എമർജൻസി ഫണ്ടും ഫില്ലായി കഴിഞ്ഞതിന് ശേഷം അയാൾ മറ്റേ സേവിങ്സ്. അല്ലാതെ ആദ്യം തന്നെ അയാൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയിട്ട് ഒരു ഫലമില്ല. കാരണം നമ്മളിങ്ങനെ പണ്ടാരെ പറഞ്ഞില്ലേ, എറുമ്പ് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന കാക്ക വന്നൊരു കൊത്തു കഴിഞ്ഞാൽ തീർന്നു അത്. അപ്പോൾ അതേമാതിരിയാണ് ഇപ്പൊ നമ്മളിങ്ങനെ കൂട്ടി വെച്ച സാധനം ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അത് ടക്കിഞ്ച് പോകും. പിന്നെ വീണ്ടും ബാക്ക് ടു സീറോയിലേക്ക് വരും. അപ്പൊ അതിനാണ് നമ്മൾ എല്ലാ വർഷവും അതൊരു നമ്മളൊരു നഷ്ടമായിട്ട് കരുതരുത്. അതൊന്നുമില്ലെങ്കിൽ ഞാനൊക്കെ കരുതല് സൊസൈറ്റിയിൽ എനിക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സൊസൈറ്റിയിലെ സംബഡി ഈസ് എൻജോയ് കിട്ടുന്നുണ്ടല്ലോ ആർക്ക് ഒരാൾക്ക്. നമ്മളൊരു 10 റുപ്യ കിട്ടു കഴിഞ്ഞാൽ, എന്നെപ്പോലെ 10 ആള് 10 റുപ്യ ഇട്ട് കഴിഞ്ഞാൽ ഏതോ ഒരാൾക്ക് വിഷമം വന്നപ്പോൾ അതിനെ കൊണ്ട് കിട്ടിയില്ല. എന്താ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പൊ നമ്മളത് ഇൻഷുറൻസ് ചേരുമ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറയും, ഇൻഷുറൻസ് ചേരുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടരുത് എന്ന പ്രാർത്ഥനയോടുകൂടി ചേരണം. വേദനയും സഹിക്കണ്ടേ, പൈസ മാത്രമല്ലല്ലോ, അതിന്റെ വേദനയും സഹിക്കണ്ട. അത് കിട്ടരുത് എന്നുള്ള പ്രാർത്ഥനയോട്. ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഞാനിപ്പോൾ കോഴിക്കോടിനെ പറ്റി പറയാൻ, ഞാൻ കോഴിക്കോടാണല്ലോ, അതിനെപ്പറ്റി പറയാൻ, കോഴിക്കോട് മെയിൻ എല്ലാ ഹോസ്പിറ്റൽസും മിംസ്, ബേബി, മൈത്ര, ഇതൊക്കെയാണ് സ്റ്റാർ ഹോസ്പിറ്റൽസ്. ഇതൊക്കെ ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി ടേക്ക് ഓവർ ചെയ്തിരിക്കണം. വലിയ പൈസ കൊടുത്തിട്ട് ഇവർക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് 500 കോടിയാണ്, ഇവർക്കൊക്കെ 1000 കോടിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ വാങ്ങുന്നത്. അവർ വെറുതെ വാങ്ങില്ലല്ലോ, അവർ വാങ്ങണ അവർ പൈസ ഉണ്ടാക്കാനാണ് വാങ്ങുക. അപ്പൊ അവരാ ഇരകളാരാണ് നമ്മളെപ്പോഴുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ കോഷ്യസ് ആയിട്ടില്ലെങ്കിൽ ഇതിപ്പോ കോഴിക്കോടിന്റെ അനുഭവം തന്നെ എല്ലാ കേരളത്തിലെ ഇവന്മാരെല്ലാം ഹോസ്പിറ്റലിൽ ഇന്ത്യയിൽ തന്നെ അങ്ങനെ തന്നെ. കാരണം ഞാനിപ്പോ ഒരു ഇതിൽ വായിച്ച് പൂനെയിലൊരു ചെയിൻ ഓഫ് ഹോസ്പിറ്റല് 800 കോടി ഉറുപ്പ്യക്കാണ് മണിപ്പാൽ ഹോസ്പിറ്റൽ ടേക്ക് ഓവർ ചെയ്തത് 3 കൊല്ലം മുമ്പ്. അതിപ്പം വേറൊരു ഹോസ്പിറ്റലിൽ ഫ്രം ഔട്ട്സൈഡ് ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് 2,400 കോടി ഉറുപ്പ്യക്കാണല്ലോ എടുത്ത്. അതായത് 3 കൊല്ലം കൊണ്ട് ഇയാളെ 800 2,400 മാറി. അപ്പൊ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നവനൊക്കെ ഇവർക്ക് വെറുതെ ഇൻവെസ്റ്റ് ചെയ്യലല്ലോ, ഇവരെ ക്ലയന്റ് നമ്മളെ പോലുള്ളവരല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷുറൻസ്, കാരണം പബ്ലിക് ഹോസ്പിറ്റലിൽ ബെറ്റർ ആകാത്തിടത്തോളം കാലം എപ്പം ബെറ്റർ ആകണം അപ്പം നമുക്ക് വിഡ്രോ ചെയ്യാം. അത് ഏത് കാലത്താകുക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എൻ്റെ മുമ്പിൽ വന്ന ഒരു വിഷയം, ഒരു 6 ലക്ഷം ഉറുപ്പ്യൻ്റെ സാധനം നമ്മളെ സാവിത്രി സാബു ഹോസ്പിറ്റലിൽ, പുതിയ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 50 ആൾക്ക് എക്സ്ട്രാ കെയർ കൊടുക്കാൻ പറ്റും. ആ സാധനം കേടുവന്ന് കിടന്നിട്ട് ഇപ്പം 1 കൊല്ലം 8 മാസമായി. ഇതുവരെ ഗവൺമെന്റിന്റെ ഫണ്ടില്ല. എന്നിട്ട് ഇപ്പം നമ്മളെ ടെസ്റ്റിന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ലെറ്റർ തന്നിട്ട് ഇപ്പം നമ്മൾ അതിൽ ഒരു 6 ലക്ഷം സംഘടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ മെഷീൻ വാങ്ങാൻ കൊട്ടേഷനൊക്കെ എടുത്തുക. അതിന് അത്രയും പാവപ്പെട്ട രോഗികൾക്ക് ഉപകരിക്കുന്ന സാധനം. അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് അവിടെ ബ്ലോക്കാണ്. എക്സ്റേ മെഷീൻ ബ്ലോക്ക് ആക്കും. എക്സ്റേ മെഷീൻ ബ്ലോക്ക് ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡോക്ടർ എക്സ്റേ ചെയ്താൽ നിങ്ങൾ പുറത്ത് പോയിട്ട് എക്സ്റേ ചെയ്യണം. അത് വേറൊരു കളി വേറെ ഉണ്ട് അവിടെ. അങ്ങനെയാണ്. അപ്പൊ സാധാരണക്കാരന് ഇത് തന്നെ, വേറെ പൈസ ഇല്ലാത്തതിന് വേറെ ഒരു ഇതില്ലല്ലോ, അവിടെ പോവും. അപ്പം കിട്ടിയ പിന്നെ നല്ല ഡെഡിക്കേറ്റഡ് ഡോക്ടേഴ്സ് കുറേ ഉള്ളതുകൊണ്ട് അങ്ങനെ പൂണ സിസ്റ്റം അതാണ്. ഓക്കെ, സബ്ജക്റ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാളിപ്പോയി, ക്ഷമിക്കുക. സമയം അതിക്രമിച്ച് 6:17 18. എനിക്ക്
അറിയാവുന്ന 2-3 പുസ്തകത്തിലെ അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാർക്കെ ഉപകരിച്ചിട്ടുണ്ടോ ഇല്ല എനിക്കറിയില്ല. എനിവേ താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് പ്ലാറ്റ്ഫോം ആൻഡ് ഹിയറിംഗ് മീ. ഓക്കെ, താങ്ക് യു. Okay. Thank you, Bashir sir. Thank you so much. So, team members, അപ്പോൾ നിങ്ങളുടെ ടൈമാണ്. ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? ഹലോ, ഗുഡ് ഹലോ മോർണിംഗ് സർ. സാറേ. പറയൂ. മോർണിംഗ്. ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ കേട്ടോ. സാറേ good morning, പണത്തിന്റെ ഗുഡ് മോർണിംഗ്. സുബ്രഹ്മണ്യൻ സാർ പറയൂ. ഗുഡ് മോർണിംഗ് സർ. പണത്തിന്റെ അറിവുകളെ പറ്റി സാറ് എടുത്ത ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പാസീവ് ഇൻകം മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറഞ്ഞു. ഇതിലൊക്കെ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ UPI പേയ്മെന്റ് വന്ന ശേഷം നമ്മൾ വാലറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ആ ഫീലിംഗ് ഇല്ല. നമ്മൾ 100 രൂപ ചെലവാക്കിയാലും 1000 രൂപ ചെലവാക്കിയാലും ഒരേ ഫീലിംഗാണ്. അപ്പം അത് ഭയങ്കര ഒരു സൈക്കോളജിയാണ് സാറ്. ക്രെഡിറ്റ് കാർഡൊക്കെ സ്പെൻഡ് ചെയ്യുന്ന മാതിരി, ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് സ്പെൻഡ് ചെയ്യുമ്പോൾ അതേമാതിരിയാണല്ലോ. അതേമാതിരി തന്നെ UPI ട്രാൻസാക്ഷൻ മെയിൻ പ്രോബ്ലം നമുക്ക് മണിയുടെ ഫീലിംഗ് ടച്ച് ഇല്ല. അതൊന്ന് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വളരെ കറക്റ്റ് സർ. മാക്സിമം നമ്മൾ പേഴ്സൺ എടുത്തു കൊടുക്കണം പൈസ. ഞാനായ അഭിപ്രായക്കാരനാണ്. പേഴ്സൺ എടുക്കുമ്പോഴേ നമുക്ക് ആ മെന്റൽ ഫീലിംഗ് ഉണ്ടാവുള്ളൂ. മറ്റത് നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങനെ അടിച്ചു 5000 10,000 അങ്ങനെ അടിച്ചു. ക്യാഷ് ഇങ്ങനെ കയ്യിൽ നിന്ന് എണ്ണി കൊടുക്കുമ്പോൾ അതൊരു ഇതാണ്. ശരിയാണ് സാർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. സാറേ, ആ. പണത്തിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടി ഒന്ന് പറയൂ. പണത്തിന്റെ ഡെഫിനിഷൻ വളരെ സിമ്പിൾ അല്ലേ? പണത്തിന്റെ ഡെഫിനിഷൻ, മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, മണി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ടിപ്പിക്കലി ഇൻ ദ ഫോം ഓഫ് കോയിൻസ്, കറൻസി ഓർ ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻസ് used to buy goods and services. നമ്മൾ സേവനമോ അല്ലെങ്കിൽ സാധനങ്ങളോ വാങ്ങുവാനോ വിൽക്കുവാനോ ക്രയവിക്രയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് പണം. അത് നാണയ രൂപത്തിലും, നാണയം, രൂപ, കറൻസി, ഡിജിറ്റൽ എന്നീ രൂപത്തിൽ ആണ് ഉള്ളത്. അതാണ് അതിൻ്റെ മലയാളം. താങ്ക് യു സർ, താങ്ക് യു. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. നല്ല സബ്ജക്റ്റ് ആയിരുന്നു സർ. താങ്ക് യു. UPI ഡൗട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം സുബ്രഹ്മണ്യൻ സാർ അത് പറഞ്ഞു. സാർ അത് ക്ലിയർ ആക്കി തന്നു. താങ്ക് യു, താങ്ക് യു. വെൽക്കം, വെൽക്കം, വെൽക്കം. Okay, thank you, ma'am. Then മാജിക് മോർണിംഗ്. മാജിക് മണി സാർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പഴയ ക്ലാസ്സുകളിലെ പോലെ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം, ലിറ്ററസി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെ പണം മിതമായി ചെലവാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വരുമാനം എങ്ങനെ നമുക്ക് കൂട്ടാനും അതിനനുസരിച്ചുള്ള ചെലവുകൾ നമ്മളെ പൊക്കിൽ ഒതുങ്ങണമായുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ നമുക്ക് വലിയ ബേർഡൻ ഉണ്ടാവില്ല. പിന്നെ ബഷീർ പറഞ്ഞ മാതിരി എപ്പോഴും EMIന്റെ മുകളിൽ കളിക്കുന്ന ആളെ ഞാനും ഒരുവിധം അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആർത്തി എന്നൊക്കെ പറയാം, അതിന്റെ പേരിൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ്. മിക്കവാറും ഞാൻ വാങ്ങിയതെല്ലാം അത്യാവശ്യ സാധനങ്ങളായിരുന്നു എന്നുള്ള, മറ്റേതിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കടങ്ങളും അതൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ നമ്മളെ ഈ സാലറിയിൽ നിന്ന് ഇങ്ങനെ കൊടുത്തോണ്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സേവിങ്സ് കുറച്ച് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഇത് പറഞ്ഞ മാതിരി എമർജൻസി ഫണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, അതൊരു ഭയങ്കര ഘടകം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസ് നമുക്കുണ്ടാവും. പിന്നെ ചെലവാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെലവാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള സന്തോഷം, സംതൃപ്തി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കത് ശരിക്കും ആവശ്യമുള്ളത് തന്നെ ആയിരിക്കണം. അല്ലാതെ വെറുതെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതിനെ കൊണ്ട് ഞാനും അത് എനിക്ക് വാങ്ങാൻ, അടുത്ത കാറ് വാങ്ങുമ്പോൾ ഞാൻ കാറ് വാങ്ങി, അല്ലെങ്കിൽ മറ്റാള് ആപ്പിൾ ഫോൺ വാങ്ങുമ്പോൾ ഞാൻ ഫോൺ വാങ്ങി, അങ്ങനെ അപ്പോൾ അതിലേക്ക് കടത്തിലേക്ക് മുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാ EMI.
അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലായിട്ട് നമ്മളൊരു സെൽഫ് സഫിഷ്യന്റ് ആകുക, നമുക്കൊരു നല്ല ജീവിതം, അതായത് ഒരു നഷ്ടബോധം ഇല്ലാതെ ഓ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ആ തോന്നൽ ഒഴിവാക്കി. അപ്പൊ ഇത്തരം നല്ല ഒരു ക്ലാസ് ആണ് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അറിവ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മണി. താങ്ക് യു വെരി മച്ച്. Okay, thank you, Mani sir. Thank you so much. Mustafa sir. മാജിക് മോർണിംഗ്. മുസ്തഫ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഇപ്പത്തെ ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഇപ്പൊ ഈ EMI-ന്റെ വിഷയം സംസാരിച്ചത്. കാരണം അത് നല്ലൊരു പോയിന്റ് ആണ് അത് സാർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ചെലവാക്കുന്നത് നമ്മുടെ സാമ്പത്തിക വരുമാനത്തിനനുസരിച്ച് എല്ലാ ആളുകളും സാധാരണ ചെലവാക്കുന്നത്, പിന്നെ കടത്തിലേക്ക് വീണ്ടും കൂപ്പുകുത്തുന്നത്. നല്ലൊരു ക്ലാസ്, സൂപ്പർ ക്ലാസ്. മറ്റേ ബഷീർ സാറിന്റെ ഈ മേഖലയിൽ നല്ല എക്സ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്ലാസ് എടുക്കാൻ നല്ല ഇതായിട്ടുണ്ട്. സമയമില്ല എന്നുള്ളൂ. കാരണം വീണ്ടും ഇത്രയും നല്ല നല്ല പോയിന്റുകളാണ് പറഞ്ഞത് സാർ. താങ്ക് യു. താങ്ക് യു മുസ്തഫ. Okay, thank you. Then ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നോ? എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഈ ഒരു ഫീൽഡുമായിട്ട്. എല്ലാവരും ഉണ്ടല്ലോ, ദിവ്യ മാം, ജെസി മാം, പ്രീത മാം, ഷീജ മാം, രഞ്ജിത്ത്, സുലേഹ മാം. ദിവ്യ മാം, ഹലോ. പറഞ്ഞോളൂ. ബഷീർ സാർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. വളരെ നല്ലൊരു ടോപ്പിക്. സാറിന് പറഞ്ഞ പോലെ ഈ ഒരു മേഖലയിൽ ഇപ്പൊ സാറ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കണ്ടായി. അപ്പൊ സാറിന്റെ ആ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലെവലിലാണ് ഇപ്പൊ ഞങ്ങളും കുറേശ്ശെ ഇങ്ങനെ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുപോലെ ഇപ്പോൾ മണിസാറ് പറഞ്ഞ പോലെ EMI-യുടെ കാര്യം പറഞ്ഞത്, ഞാനും ആ ഒരു കാര്യത്തിൽ, അതായത് EMI നമ്മുടെ വരവിനനുസരിച്ച് ചെലവാക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞങ്ങളും അതുപോലെ തന്നെ ആവണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ജീവിത രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഇപ്പൊ EMI ആയാലും അത് അടച്ചു തീർക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തില് ഞങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ചെലവാക്കുന്ന ആളുകളാണ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത. ഓക്കെ, താങ്ക് യു പ്രീത മാം. ദിവ്യ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. എന്നത്തെ പോലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പണത്തിനെ കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ക്ലാസ് സഹായിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ EMI-യുടെ കാര്യം, അത് ഇപ്പോഴും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നുള്ളത്, അതുകൊണ്ടൊരു സമാധാനം. പിന്നെ നമ്മള് ഒരു 5 വർഷത്തേക്ക് ഒക്കെ എടുക്കുമ്പോഴും നമ്മള് പെട്ടെന്ന് നമ്മളത് അടച്ചു തീർക്കുക, ആ ഒരു EMI പോകുന്ന അത്രയും എമൗണ്ട് അല്ലാതെ കണ്ട് നമുക്ക് എപ്പോഴൊക്കെയാണോ പണം കിട്ടുന്നത് ആ സമയത്ത് നമ്മളത് അടച്ചു തീർക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റിലേക്ക് അത് എന്താ പറയാ പെട്ടെന്ന് അത് കുറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് EMI എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അത് നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാനൊരു 4 വർഷമായിട്ടുള്ളൂ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ നമുക്ക് അതിനൊരു കുറിച്ചൊരു ബോധം ഉണ്ടായി, ശരിയാണ് നമുക്കത് ചെയ്യണം എന്നുള്ളത്. അപ്പോ നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച് സർ. ഇനിയും സർ ക്ലാസ് എടുക്കണം ഇതിനെ കുറിച്ചെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ. താങ്ക് യു ദിവ്യ മാം. ജെസി മാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. എനിക്ക് ESI ഉണ്ടേ. അപ്പോ പിന്നെ ഇപ്പൊ കോഴിക്കോട് മെയിൻസിൽ അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? ഈ
അവൈലബിൾ ആണ് ചില സമയത്ത് ഇവര് വല്ലാതെ ഡ്യൂസ് വരുമ്പോ അവര് റിജക്റ്റ് ആക്കും. ഇപ്പം ഗവൺമെന്റ് കാരുണ്യ ചില ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കാരുണ്യ ഇക്രയിലൊന്നും എടുക്കുന്നില്ല. കാരണം ഗവൺമെന്റ് പേയ്മെന്റ് ഡ്യൂ ആ. ഇക്രയിന്നൊക്കെ എന്റെ അറിവില് 10-20 കോടി ഉറുപ്പ്യ കിട്ടാനുണ്ട്. അപ്പൊ അവര് അതുകൊണ്ട് ഇപ്പം ബ്ലോക്ക്. അപ്പൊ നമുക്കത് എപ്പോഴും കരുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബാക്കപ്പ് പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നത്. ഇത്രയുള്ളവർക്ക് ശരിക്ക് കിട്ടായിക ഒന്നുമില്ല. പിന്നെ ESI ഹോസ്പിറ്റൽസ് ഉണ്ട് കാലിക്കറ്റില്. അപ്പൊ അവിടെ ഇതന്നെ സ്ഥിതി. ഈ ഞാൻ പറഞ്ഞില്ല, പബ്ലിക് ഹോസ്പിറ്റൽസ് നന്നാവുകയാണെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ ആവശ്യമില്ല ഇൻഷുറൻസിന്. പക്ഷെ നമ്മളെ ഇവിടുത്തെ സിസ്റ്റം നോക്കിയിട്ട് ഇപ്പൊ അടുത്തൊന്നും നന്നാവും തോന്നുന്നുമില്ല. കാരണം അതിന് ഫണ്ടില്ല. ഗവൺമെന്റ് ഇപ്പൊ നമ്മളോട് വാങ്ങുന്ന ടാക്സുകളൊക്കെ 98% സാലറി പെൻഷന് പോവുക. പിന്നെ 2% അവരുത്തുള്ളൂ. അതിന് റോഡ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് ആസ്പത്രി നന്നാക്കണം, എല്ലാം പാടെ അവരുത്തില്ല. അതാണ് എന്റെ വിഷയം. അതിന്റെ ഏറ്റവും അടിയിലേക്ക് പോയാൽ അതാണ് എന്റെ അഡീഷണൽ ആയിട്ട് ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും നന്നാവാണോ ഉദ്ദേശിച്ചത്? അതെ. ഒന്ന് ചെയ്തിട്ടാൽ നന്നായിരിക്കും. എങ്ങനെ? അല്ല, നമുക്ക് എഫേർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിന് ചെയ്തിട്ടാൽ നന്നായിരിക്കും എന്നറിയാം. പിന്നെ വേണമെങ്കിൽ ഭാവിയിലേക്ക് പൈസ കൂടുമ്പോ ടോപ്പ് അപ്പ് ചെയ്താൽ മതി. ഓക്കെ സർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ജിസ്ന. ഓക്കെ, വേറെ ആരെങ്കിലും ഡൗട്ട്സിന് ക്ലിയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? എനിവേ താങ്ക് യു ഓൾ. അപ്പോൾ ഒരു മെരി ക്രിസ്മസ്. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടോ? എന്താണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി? ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ആഘോഷിക്കുക. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും കോള് ചെയ്തോ? നമ്മളെ ഡിമാജിക് പൂട്ടണോ തുറക്കണോന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇട്ടിരുന്നു. എന്താണ് നമ്മൾ കുറച്ചാളെ കൊണ്ടുവരണ്ടേ? ഞാൻ കുറെ ആളോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറയും. കാരണം ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം, എല്ലാവർക്കും വരുന്നവർക്കൊക്കെ മെച്ചമുണ്ട്. നിൽക്കുന്നവർക്ക് പ്ലാറ്റ്ഫോം പോയി പോകാന്ന് പറയുമ്പോ ഭയങ്കര ഫീലിംഗും. അതെ. Okay, let us hope for the best. Yes, sir. Yeah. So wind up ചെയ്യാം. Thank you. Thank you all. Thank you, sir. Thank you all. Happy Christmas. Thank you all. Thank you, sir. Thank you, Bashir sir. Thank you all. Happy Christmas. Happy Christmas.